ഓക്കെ, അപ്പൊ സൊല്യൂഷൻസ് ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് സൊല്യൂഷൻ. സോൾവെന്റും സൊല്യൂട്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഹോമോജനസ് മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. ഇനി അളവിൽ കൂടിയ ആളെ, ഹയർ കോൺസെൻട്രേഷനുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. ലോവർ കോൺസെൻട്രേഷനുള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. ഇനി അതിൽ തന്നെ നമുക്ക് സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 9 ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ് നമുക്ക് ടോട്ടലി ഉള്ളത്. എങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം? പ്രധാനമായിട്ടും ഗ്യാഷ്യസ് സൊല്യൂഷൻ ഉണ്ട്, പിന്നെ ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, മൂന്നാമത്തെ സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. അതിലെ സൊല്യൂട്ട് സോൾവെന്റിനനുസരിച്ചിട്ട് നമ്മുടെ എന്ത് മാറും? ഓരോന്നിന്റെ എക്സാമ്പിൾസ് മാറും. അപ്പൊ ഈ എക്സാമ്പിൾസ് നന്നായിട്ട് നീറ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് ഈ എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. ഈ എക്സാമ്പിൾസ് നിങ്ങൾ നിർബന്ധമായി നോക്കിയിരിക്കണം. അപ്പൊ ഗ്യാഷ്യസ് സൊല്യൂഷന്റെ ആദ്യത്തെ ടൈപ്പാണ് ഗ്യാസ് ആയിട്ടുള്ള സൊല്യൂട്ടും ഗ്യാസ് ആയിട്ടുള്ള സോൾവെന്റും കൂടി ചേർന്നിട്ടുള്ളതായിട്ടുള്ള സൊല്യൂഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് എയർ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതിലെല്ലാ ടൈപ്പ് ഗ്യാസസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട്. ഇനി ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂട്ടും ഗ്യാസ് ആയിട്ടുള്ള സോൾവെന്റും കൂടി ചേർന്നിട്ടുള്ള സൊല്യൂഷൻ, അതിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. ക്ലോറോഫോം മിക്സ്ഡ് ഇൻ നൈട്രജൻ ഗ്യാസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആരാണ്? ലിക്വിഡ് ഇൻ ഗ്യാസ് ടൈപ്പ്. മൂന്നാമത്തെയാണ് സോളിഡ് ഇൻ ഗ്യാസ് ടൈപ്പ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് സോളിഡ് നമുക്കറിയാം, കർപ്പൂരം, ക്യാംഫർ. കുറച്ചേരം നമ്മൾ പുറത്തു വെച്ചാൽ എന്താ ഉണ്ടാവുക? അത് അലിഞ്ഞു പോകും അല്ലെ? അപ്പോ സോളിഡ് ആയിട്ടുള്ള ക്യാംഫർ ഗ്യാസിലേക്കാണ് അലിഞ്ഞു പോയത്. അപ്പൊ ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സോളിഡ് ഇൻ ഗ്യാസ് ടൈപ്പ്. അടുത്തത് ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ്. ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പിന്റെ എക്സാമ്പിൾ ആണ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആരാണ്? ഈ പറയുന്ന ലിക്വിഡ് സൊല്യൂഷൻ. മൂന്നാമത്തെ ലിക്വിഡ് ഇൻ ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ് എത്തനോൾ ഇൻ വാട്ടർ. അടുത്തത് സോളിഡ് ഇൻ ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ് ഷുഗർ ഇൻ വാട്ടർ ഓർ സോൾട്ട് ഇൻ വാട്ടർ. ഇനി സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ 3 ടൈപ്പാണ് വരിക. ഗ്യാസ് ഇൻ സോളിഡ് വരും, പിന്നെ ഏതാ ലിക്വിഡ് ഇൻ സോളിഡ് വരും, പിന്നെ ഏതാ സോളിഡ് ഇൻ സോളിഡ് വരും. ഇങ്ങനെ 3 ടൈപ്പാണ് ഉണ്ടാവുക. അതിൽ ഗ്യാസ് ഇൻ സോളിഡ് ടൈപ്പിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. ആൻഡ് ലിക്വിഡ് ഇൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം അമാൽഗം. ആൻഡ് സോളിഡ് ഇൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ് കോപ്പർ ഇൻ ഗോൾഡ്. അപ്പോ ഈ എക്സാമ്പിൾസ് നീറ്റ് എഴുതുന്ന ആൾക്കാർ നിർബന്ധമായും ഈ ഭാഗം നന്നായിട്ട് നോക്കണം. പല വർഷങ്ങളിൽ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എക്സാമ്പിൾ. ഇനി നമുക്ക് അറിയേണ്ടത് മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡ്സ്. അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം എന്താണ് എം, എന്താണ് ഡബ്ല്യു എന്നുള്ളത് നമുക്ക് അറിയണം. എന്താണ് എം എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസിനെയാണ് എം സൂചിപ്പിക്കുന്നത്, ഗിവൺ മാസിനെയാണ് ഡബ്ല്യു സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിനോട്ട്സ് സോൾവെന്റ്. ഇനി എ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവെന്റ് ആണ്, ബി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സൊല്യൂട്ട് ആണ്. അപ്പൊ എം എ റെപ്രസെന്റ്സ് ആരാണ്? മോളിക്കുലാർ മാസ് ഓഫ് ആരായിരിക്കും? സോൾവെന്റ് ആയിരിക്കും. എം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? മോളിക്കുലാർ മാസ് ഓഫ് ആരായിരിക്കും? സൊല്യൂട്ട് ആയിരിക്കും. ക്ലിയർ? ആൻഡ് ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഗിവൺ മാസ് ഓഫ് ആരായിരിക്കും? സോൾവെന്റ് ആയിരിക്കും. ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് ആരായിരിക്കും? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആയിരിക്കും. അത് കഴിഞ്ഞാൽ വി എന്നുള്ളത് വോളിയം ഇൻ ലിറ്റർ, അതായത് വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. ലിറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ ക്യൂബിനെ വേണ്ട, ലിറ്റർ തന്നെ മതി, നമുക്ക് ലിറ്ററിനെ സൂചിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇവിടേക്ക് വേണ്ട ആൾക്കാര്. അപ്പൊ ജസ്റ്റ് ഈ ഫോർമുലാസ് എഴുതിയെടുക്കാനാണ്. ഈ സാധനം എന്തായാലും നിർബന്ധമായിട്ട് എഴുതിയെടുക്കൂട്ടോ. എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പറയൂ വേഗം.
എഴുതി കഴിഞ്ഞോ? എന്തായി? കംപ്ലീറ്റ് ആയിണ്ടോ? കംപ്ലീറ്റ് ആണെങ്കിൽ ആ ചാറ്റിൽ ഒന്ന് ഇട്ടെ. നിങ്ങൾ ആ ചാറ്റ് ഒന്ന് യൂസ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കാര്യങ്ങൾ പറയൂ. എഴുതി കഴിഞ്ഞിട്ടില്ല സാർ. ഓക്കെ, കഴിയുമ്പോ പറയൂ. ജഗൻ ഓക്കെ, അത് ഓക്കെ, ഇഷാന ഓക്കെ. ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യണേ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ എ എന്നുള്ളത് ഇനി എപ്പോഴും ആരായിരിക്കും? സോൾവെന്റ് ആയിരിക്കും. ബി എന്നുള്ളത് ഇനി മുമ്പോട്ട് സൊല്യൂട്ട് മാത്രമായിരിക്കും. അപ്പൊ ഡബ്ല്യു എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഗിവൺ മാസ് ആണ്. അപ്പൊ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് ആരാണ്? സോൾവെന്റ് ആണ്. ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ആണ്. അപ്പോ എം എ എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ്. എം ബി എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. വി എന്ന് പറഞ്ഞാൽ വോളിയം. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ആദ്യം വരുന്ന ആളാണ് മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജിനെ അപ്പൊ നമുക്ക് ഷോർട്ട് ആയിട്ട് ഇങ്ങനെ പഠിക്കാം: ഡബ്ല്യു ബി ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്, അതായത് സൊല്യൂഷന്റെ ടോട്ടൽ മാസ് ഇൻറ്റു, ഇവിടെ ശതമാനം എന്നല്ല പറഞ്ഞത്, അപ്പൊ 100%. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കാം: പാർട്സ് പെർ മില്യൺ, PPM. പാർട്സ് പെർ മില്യൺ എന്താ അതിന്റെ അർത്ഥം? പാർട്സ് പെർ മില്യൺ ഇസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ തന്നെ എടുത്തെഴുതാം: ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ പ്ലസ് ഡബ്ല്യു ബി. അപ്പൊ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു, ഇവിടെ മില്യൺ ആയതുകൊണ്ട് 10 എത്ര എന്ന് ഇടുക? 6 എന്ന് ഇടുക നമ്മുടെ ഇക്വേഷൻ പെർസെന്റേജ് മാറ്റിയിട്ട്. മൂന്നാമത്തെ വോളിയം പെർസെന്റേജ് ആണ്. എന്താണ് വോളിയം പെർസെന്റേജ്? വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100%. അല്ലെ ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. നാലാമത്തെ മാസ് ബൈ വോളിയം പെർസെന്റേജ്. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ മുകൾ ഭാഗം, ആദ്യ ഭാഗം ഡബ്ല്യു ബി ന്യൂമറേറ്റർ, ഇതിന്റെ താഴ്ഭാഗം അപ്പൊ ഏതാ? വി ഇൻറ്റു 100%. ഇനി അഞ്ചാമതായിട്ട് മൊളാലിറ്റി. ഇവിടെയാണ് നമുക്ക് സ്മോൾ ലെറ്റർ എം വരിക. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡബ്ല്യു ബി ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ ഇൻ ഗ്രാം. അപ്പൊ ഗിവൺ മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡബ്ല്യു എൻ ഗ്രാമിന്. അപ്പൊ ഇവിടെ ഇത് കിലോഗ്രാം ആയി കഴിഞ്ഞാൽ മുകളിൽ 1000 വേണ്ട. ഇതിൽ തന്നെ ഡബ്ല്യു ബി ബൈ എം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്. അപ്പൊ 1000 നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? മൊളാലിറ്റി തന്നെയാണ്. ഇനി ആറാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡബ്ല്യു ബി ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഇൻറ്റു വി ആണ്. ഇൻറ്റു വി ഇൻ മില്ലി ലിറ്റർ ആണ് നമുക്ക് എന്ത് വരിക? വോളിയം ഇൻ മില്ലി ലിറ്റർ. അത്
ലിറ്റർ ആവുന്ന സമയത്ത് മുകളിൽ എന്തിന്റെ ആവശ്യമില്ല? 1000ന്റെ ആവശ്യമില്ല. അതിൽ തന്നെ WB/MB എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. ഇങ്ങനെയും എഴുതാം ഇക്വേഷൻ. ഏഴാമതായിട്ട് നോർമാലിറ്റി പറയാം നമുക്ക്. നോർമാലിറ്റി ക്യാപിറ്റൽ N. അതും ഏതാണ്ട് ഇക്വേഷൻ ഇതുപോലെ തന്നെയാണ്. WB ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. അപ്പൊ ഏതാണ്ട് മൊളാരിറ്റി പോലെയായി. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. MB അല്ല, പകരം ഇക്വാലന്റ് മാസ് ആണ്. അപ്പൊ എന്താണ് ഇക്വാലന്റ് മാസ്? ഇക്വാലന്റ് മാസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വഴിയുണ്ട്. മോളിക്കുലാർ മാസിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് H+ ഓർ OH- മൈനസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വാലന്റ് മാസ്. ഇപ്പൊ മോളാർ മാസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ ആസിഡ് ആണെങ്കിൽ H+ന്റെ എണ്ണ പറയാ, അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസിന്റെ എണ്ണ പറയാ. ബേസ് ആണെങ്കിൽ OH- അതായത് നെഗറ്റീവ് അയോൺസിന്റെ എണ്ണാണ് പറയാ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇക്വാലന്റ് മാസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മോളിക്കുലാർ മാസ് ഓഫ് H2SO4 ഡിവൈഡഡ് ബൈ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ? അയോൺസ് 2 അപ്പൊ മോളിക്കുലാർ മാസ് നമുക്കറിയാം. ഹൈഡ്രജന്റെ 2, സൾഫറിന്റെ 32, ഓക്സിജന്റെ 64. 64ഉം 32ഉം 96, 2 98/2 49 ഇക്വാലന്റ് മാസ് വരിക. അത് മോളിക്കുലാർ മാസ് ആണെങ്കിൽ നമുക്ക് എത്രയായിരുന്നു? 98 ആയിരുന്നു. ഇങ്ങനെ നമുക്ക് ഓരോ സാധനങ്ങളിലും എന്ത് കണ്ടുപിടിക്കാം? ഇക്വാലന്റ് മാസ് കണ്ടുപിടിക്കാം, നോർമാലിറ്റി കാണാനായിട്ട്. ലാസ്റ്റത്തെയാണ് 8ാമത്തെ, മോൾ ഫ്രാക്ഷൻ. അപ്പൊ എന്താണ് മോൾ ഫ്രാക്ഷൻ? അതിനെ നമ്മൾ കൈ എന്ന സിമ്പിൾ കൊണ്ടാണ് കാണിക്കുക. അപ്പൊ ആദ്യം എന്താണ് മോൾ ഫ്രാക്ഷൻ കാണാൻ വേണ്ടത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കാണണം ആദ്യം. അതിന് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കുക? WA/MA ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് എ ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് എ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ WB/MB ആണ്. കൈ എ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് A+B. കൈ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് A+B. ഇനി ഈ പറയുന്ന എത്ര കോമ്പോണൻസ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷനിലെ മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ 3 കോമ്പോണൻസ് ഉണ്ട് എങ്കിൽ കൈ എ പ്ലസ് കൈ ബി പ്ലസ് കൈ സി കൂട്ടിയാൽ എത്ര വരണം? 1 കിട്ടണം. ഇത്രയുമാണ് നമുക്ക് എക്സ്പ്രഷൻസ് ഫോർ ഫൈൻഡിങ് കോൺസെൻട്രേഷൻ. ഇത്രയുമാണ് നമ്മുടെ എക്സ്പ്രഷൻ ഫോർ കോൺസെൻട്രേഷൻ. കംപ്ലീറ്റ് ഇക്വേഷൻസ് ചെയ്തെടുക്കുക. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട് കേട്ടോ, വേഗം എഴുതിയെടുക്കും. എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ചാറ്റിൽ ഓക്കെ എന്ന് ഇടൂട്ടോ എല്ലാവരും.
ഓക്കെ, കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാ ഇക്വേഷൻസ് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ല? എല്ലാവരുടെയും ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്നിട്ടുള്ളൂ, ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നിട്ടുള്ളൂ കേട്ടാ. ഞാൻ അടുത്തേക്ക് പോവാണേ. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. Molarity of a solution containing 5 gram of sodium hydroxide in 250 milliliter solution, 250 milliliter solution, A 0.5, B 1, C 2, D 0.1. വേഗം ഉത്തരം പറഞ്ഞ് ചാറ്റിലിട്ടാ മതി. ഉത്തരം കിട്ടി കഴിഞ്ഞാൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഒന്ന് വേഗാവട്ടെ. ആദ്യത്തെ ചോദ്യം ഞാൻ ചെയ്യണോ? ഇത് കാണിച്ചു തരണോ? എ. ഇഷാനക്ക് എ കിട്ടിയിട്ടുണ്ട്. 0.5 ആണോ സർ? ലെറ്റ് മീ സി, നമുക്ക് നോക്കാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ആരാണ്? വോളിയം ഇൻ മില്ലി ലിറ്റർ ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 5 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോ ദിസ് ഈസ് ദ സൊല്യൂട്ട് എന്ന് നമുക്ക് മനസ്സിലായി. വെള്ളത്തിലല്ലേ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലല്ല. അപ്പൊ ഇത് അവനാണ് സൊല്യൂട്ട്. അപ്പൊ 5 gram ആണ് അവിടെ ഗിവൺ മാസ്. ആൻഡ് 1000 അവിടെ ഉണ്ട്. 250 gram മില്ലി ലിറ്റർ അവരവർ തന്നിട്ടുണ്ട്. അതും ഓക്കെ. ഇൻറ്റു എം ബി, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ NaOH ആണ്. NaOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na എന്ന് പറഞ്ഞ 23, ഇത് 16 പ്ലസ് 1, ടോട്ടൽ 40 gram ആണ് വരിക മോളിക്കുലാർ മാസ്. അപ്പൊ ഇവിടെ 40 വരും. ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0 പോയി, ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0 പോയി. ഇത് എത്രയായി? 5. ഇത് ഒരു തവണ, ഈ 5ഉം ഇത് 2 തവണ. അപ്പൊ എത്രയാ വന്നേ? 2 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 വന്നിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ ആണോ? അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. എ മിക്സ്ചർ of 18 gram water and 414 gram ethanol is present. The mole fraction of water in mixture is A 0.1, B 0.4, C 0.7, D 0.9. വേഗം ചെയ്ത് നോക്കൂ. മോൾ ഫ്രാക്ഷൻ ആണ്. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് 18 gram ആണ് കേട്ടോ. ഉത്തരം കിട്ടിയ ചാറ്റിലിടൂ.
ഓക്കെ, ഒരു മിക്സ്ചർ, അതിൽ 18 ഗ്രാം വാട്ടറും ഉണ്ട്, 414 ഗ്രാം എത്തനോളും ഉണ്ട്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എത്തനോളാണ് അവിടുത്തെ ആരായിട്ട് വരുന്നത് സോൾവെന്റ്, വാട്ടർ അവിടുത്തെ സൊല്യൂട്ടാണ്. പക്ഷെ നമുക്ക് ഇവിടെ മോൾ ഫ്രാക്ഷൻ ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കാം. W വാട്ടർ ഡിവൈഡഡ് ബൈ M വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടും. നമുക്കറിയാം വാട്ടറിന്റെ ഗിവൺ മാസ് അവർ തന്നിട്ട് 18 ഗ്രാം ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ H2 ആണ്. അപ്പൊ അതിന്റെ മോളിക്കുലാർ മാസം എത്ര തന്നെയാണ് വരിക? 18 തന്നെയാണ് വരിക. സോ 1 മോളാണ് ആരുള്ളത്? ഈ പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഉള്ളത്. സിമിലർലി നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാസ് അവർ തന്നിട്ടുണ്ട്, ഗിവൺ മാസ് 414 ആണ്. അതിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? C2H5OH അല്ലെ? അപ്പൊ കാർബൺ 2 ഉണ്ട്, അപ്പൊ 24, 12 × 2 24. ഹൈഡ്രജൻ 6 ഉണ്ട്, അപ്പൊ 6. ഓക്സിജൻ 16 മാസ് വരിക. അപ്പോ 46 ഗ്രാം ആണ് ഇതിന്റെ മാസ് വരുന്നത്, മോളിക്കുലാർ മാസ് വരുന്നത് അല്ലെ? അപ്പൊ എത്ര മോൾസ് വരിക? 414 ഡിവൈഡഡ് ബൈ 46 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? എത്രയാ പോരട്ടെ? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക നമുക്ക്? 9 മോൾസ് അല്ലേ കിട്ടുന്നത്? ആണോ? sir. അപ്പൊ therefore മോൾ ഫ്രാക്ഷൻ കൈ വാട്ടർ എന്ന് പറഞ്ഞാൽ അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ. അപ്പൊ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 1 + 9 വിച്ച് ഈസ് ഈക്വൽ ടു 1/10 ഈക്വൽ ടു 0.1. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ചെയ്തോട്ടെ? Clear answer. ക്ലിയർ ചെയ്യണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The number of molecules in 4.25 gram of ammonia is approximately A 0.5 × 10⁻23, 1.5 × 10⁻23, C 3.5 × 10⁻23, D 2.5 × 10⁻23. 4.25 ഗ്രാം. അപ്പൊ ഒരു ഗിവൺ മാസ് തന്നിട്ടുണ്ട്. അത്രയും അമോണിയയിലുള്ള നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുക. വേഗോട്ടെ.
ഓക്കെ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനാണ് ഗിവൺ മാസിൽ നിന്ന്, അല്ലെ? അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പോ ഇവിടെ ഇത് നമ്പർ ഓഫ് മോൾസ് ആണ് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. അപ്പൊ ഗിവൺ മാസ് 4.25 ആണ്. അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3 ആണ്. അപ്പൊ 14 + 3 17 ആണ് അതിന്റെ എന്ത് വരിക? മോളിക്കുലാർ മാസ് വരിക. അപ്പൊ 4.25 ഡിവൈഡഡ് ബൈ 17 ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് 17ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാണ്? 16. 8.5 ആണ് വരിക. 8.5ന്റെ പകുതിയാണ് 4.25. അപ്പൊ ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് 1 ഇത് 4. അപ്പൊ ഏതാണ്ട് 0.25 ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ സംഖ്യ കൊണ്ട് ഇൻഡു ചെയ്താൽ മതി. അപ്പൊ 0.25 ഇൻഡു എന്ത് ചെയ്താൽ മതി? നമ്മള് 10 എന്ത് ചെയ്യാ? എത്രയാ? 10⁻22 ആണ്, അല്ലേ? ആണോ? അല്ല മക്കളെ? Avogadro number 6.3. 0.022 ഇൻറ്റു 10⁻23 അല്ലേ? Yes. അപ്പോ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക? 0.25 ഇൻറ്റു 6.022 ഇൻറ്റു 0.22 ഇൻറ്റു 10⁻23 വിച്ച് വിൽ ബി ഈക്വൽ ടു, അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് 1/4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലല്ലോ. ഇവിടെ 2 ആയി, ഇത് 3.011 ആയി, ഇത് 1 ആയി, അപ്പൊ ഇത് 1.50 ആയി. സോ വിച്ച് ഈസ് ദ ബീത്ത് ഓപ്ഷൻ. ഓക്കെ അല്ലേ? Okay, sir. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 4th വൺ. ദ ലാർജസ്റ്റ് നമ്പർ ഓഫ്, ആക്ച്വലി ഈ ഭാഗം വേറൊരു ചാപ്റ്റർ ആയിട്ടും കൂടി അലൈൻഡ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന മോൾ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലും ഈ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. 25 gram ഓഫ് CO2, 2 46 gram ഓഫ് C2H5OH, 3 36 gram ഓഫ് H2O, 4 54 gram ഓഫ് N2O5. ഈ 4 ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള സ്പീഷീസ് ഏതാണ്? കണ്ടുപിടിക്കുക.
ഓക്കെ, കഴിഞ്ഞായിരുന്നു മക്കളെ. ഏതിലാണ് കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗിവൺ മാസ് 25 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയാ? സി എന്നുള്ളത് ഇത് ടോട്ടലി 44 ആണ് വരിക. അപ്പൊ 25/44 വരും നമ്പർ ഓഫ് മോൾസ് തന്നെ. ഇനി അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് 25/44 ഇൻറ്റു അവഗാഡ്രോ സംഖ്യ ആണ് വരിക. നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം ചെയ്യണതിന് മുമ്പ്. ഇനി അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H5OH എത്തനോള്. അതില് 46 അവര് തന്നിട്ടുള്ളത്. അടിയിലും എത്ര ഇനിയാണ് വരിക? C2H5OH ചെയ്താൽ കുറച്ച് ചേർത്ത് നമുക്ക് 46 തന്നെയല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നേ? 46 തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. 24ഉം അതെ 44 തന്നെയായിരുന്നു, 46 തന്നെയായിരുന്നു. അപ്പൊ 1 മോളായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവഗാഡ്രോ സംഖ്യ തന്നെയായിരിക്കും. പിന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O എന്ന് പറയുന്നത് എത്രയായിരുന്നു? 36 ഗ്രാമാണ് തന്നിട്ടുള്ളത്, 18 അപ്പൊ 2 മോൾസ് ആണ് വരുന്നത്. അപ്പോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻6.022 ഇൻറ്റു 10⁻23 ആണ് വരിക. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് N2O5 അത് 54 തന്നിരിക്കുന്നത്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ 17 × 2 14 × 2 28 28 + 5 28 + 5 ഏതാണ്ട് എത്ര വരിക? 33 വരിക അല്ലെ? അപ്പൊ 33 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ് വരിക. ഇതില് 25/44 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 44/44 ആയാലേ 1 ആവുള്ളൂ. അപ്പൊ 25/44 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6.022 കുറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് വരിക. ഇത് കുറവാണ്. ഇത് 6.022 ആണ്. ഇത് 2 മോൾസ് ആണ്. അപ്പൊ ഏതാണ്ട് 12 ഇൻറ്റു 10⁻23 വരും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പോയിന്റ് സംതിങ് ആണ് വരുള്ളൂ. അതായത് 33 66 ആയാലാണ് 2 ആവുക. ഇത് ഇൻ ബിറ്റ്വീൻ ആണ് കിടക്കുന്നത്. അപ്പൊ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ പറയാം എത്രയായിരിക്കും ആൻസർ വരിക. 2 മോൾസ് വരുന്ന ഈ നമ്പർ ഓഫ് ഹൈറ്റ് വാട്ടർ ആണ് നമ്മുടെ വാല്യൂ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? Yes, sir, clear ആണ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്നുണ്ട് മക്കളെ എല്ലാരും. അത് പൂർണ്ണമായിട്ട് ചെയ്തു നോക്കാനിരുന്ന സമയങ്ങൾ എഴുതിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾക്ക്. ഓക്കെ, ഇത് ക്ലിയർ ചെയ്തോട്ടെ? ക്ലിയർ ചെയ്തോട്ടെ? ഓക്കെ ആണോ? Yes, sir. ഓക്കെ, നമ്മുടെ 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് 18 gram of glucose dissolved in 500 gram of water. സോറി, മൊളാലിറ്റി അല്ല, വെരിറ്റി അല്ല, ലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ.
ഓക്കെ, ഞാൻ ഓപ്ഷൻസ് തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക്. ഓപ്ഷൻസ് തരാം. എ 1 m, ബി 0.5 m, സി 0.2 m, ഡി 2 m. ഇപ്പൊ ജഗൻ 0.2 പറയുന്നുണ്ട്, സംശയമുണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം ആണ് കണ്ടുപിടിക്കേണ്ടത്. WB × 1000 ഡിവൈഡഡ് ബൈ MB × WA ഇൻ ഗ്രാം ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോ ഇവിടെ ഡിസോൾവ്ഡ് ഇൻ 500 ഗ്രാം ആണ് പറയുന്നത്. 500 ഗ്രാം അവർ പറഞ്ഞിട്ടുണ്ട് ഗിവൺ മാസ് ഓഫ് സോൾവെന്റ്. അപ്പൊ ഇവിടെ 500, ഇവിടെ 1000 ഇൻറ്റു WB ഗിവൺ മാസ് ഗ്ലൂക്കോസിന്റെ 18 ആണ്. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ എന്താ, C6H12O6 ആണ്. അപ്പൊ 12 × 6 72, 12 പ്ലസ് O3 എന്ന് പറഞ്ഞാൽ 48 ആണ്. 48 പ്ലസ് 48 96. 96ഉം 4ഉം 100, 100ഉം ഇത് രണ്ടും കൂടി കൂട്ടി 80, 150. അപ്പോൾ ഇത്രയാണ് വരിക. ഇത് 10 തവണ, ഇത് 1 തവണ, ഇത് 1 തവണ, ഇത് 2 തവണ. അപ്പൊ 2/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.2. ഓക്കെ ആണോ? 0.2. അപ്പോ 2017, 2018, 2019, 2022 വരെ ഈ ഏരിയയിൽ നിന്ന് ചോദ്യമുണ്ട്. ഈ ഏരിയയിലത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എന്നുള്ള ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നീറ്റിന്, അതുപോലെ തന്നെ കീമിനും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം നമുക്ക്. ഈ ഏരിയ ചോദ്യങ്ങളില്ല, എന്നാലും നമുക്കൊരു ബേസിക് മോഡൽ ചോദ്യം ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. 2.5 ലിറ്റർ ഓഫ് NaCl solution contain 5 moles of solute. What is the molarity? A 5 molar, B 2 molar, C 2.5 molar, D 12.5 molar. വേഗോട്ടെ.
രണ്ടാണ് ആയിരിക്കും, നോക്കാം. അപ്പോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലിറ്റർ ആണ് തന്നെ അല്ലേ. അപ്പോ മൊളാരിറ്റി കണ്ടുപിടിക്കാനാ പറഞ്ഞാണ് WB × 1000 ഡിവൈഡഡ് ബൈ MB × വോളിയം ഇൻ മില്ലി ലിറ്റർ. അപ്പോ ഇവിടെ നമുക്ക് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ലിറ്ററിൽ തരുമ്പോൾ WB × 1 ഡിവൈഡഡ് ബൈ MB × വോളിയം ഇൻ ലിറ്റർ യൂസ് ചെയ്താൽ മതി. അതിൽ WB ബൈ MB അവർ തന്നിട്ടുണ്ട്, അതാണ് നമ്പർ ഓഫ് മോൾസ്. എത്ര മോൾസാ പറഞ്ഞാണ്? 5 മോൾസ്. ഡിവൈഡഡ് ബൈ വോളിയം അവർ തന്നിട്ടുണ്ട് 2.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മോൾസ്. ഓക്കെ അല്ലേ? Yes, sir. Okay. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ ഏരിയ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് 6 ചോദ്യങ്ങൾ ചെയ്തു. ഇനി അടുത്ത ഏരിയയിലേക്ക് പോവാം. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് പറയാം, അപ്പൊ ഞാനത് ക്ലിയർ ചെയ്യാം. എല്ലാവരും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതിൽ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ മൊളാരിറ്റി ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്, മാസ് പെർസെൻറ്റേജ് ഉണ്ട്, PPM ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ഉണ്ട്. ഈ 5 എണ്ണത്തിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആരായിരിക്കും? ടെമ്പറേച്ചറുമായിട്ട് ബന്ധമുള്ള ആളാരായിരിക്കും എന്ന് പറഞ്ഞ? A ആണോ, B ആണോ, C ആണോ, D ആണോ, E ആണോ? ചാറ്റിലിട്ടാ മതി. മൊളാരിറ്റി, വെരി ഗുഡ്. അപ്പോ ടെമ്പറേച്ചറുമായിട്ട് ബന്ധമുള്ള ആള് മൊളാരിറ്റി ആണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്നും എന്തില്ല, ടെമ്പറേച്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പരീക്ഷയ്ക്ക് പലതവണയായിട്ട് ചോദിക്കാറുണ്ട്. ക്ലിയർ ചെയ്യണേ. നമുക്ക് ചാപ്റ്ററിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് പോവാം. ഇവിടെയാണ് നമുക്ക് സോലിബിലിറ്റി ഓഫ് ഗ്യാസസിന്റെ ഭാഗമൊക്കെ വരുന്നത്. സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടുന്ന് പഠിക്കാറുള്ള ഒരു നിയമം നമുക്ക് വരുന്നത് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ പ്രകാരം എന്താ പറയുന്നത്? ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ ആരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? മോൾ ഫ്രാക്ഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. സോ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. ദെർഫോർ P is equal to KH into chi. അതിനെയാണ് നമ്മൾ എന്ത് ലോ എന്ന് വിളിക്കുന്നത്? ഹെൻറീസ് ലോ എന്ന് വിളിക്കുന്നത്. വേർ P is the partial pressure, chi is the mole fraction and KH is the Henry's law constant. KHന്റെ വില കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാല്യൂ കൂടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോവർ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പോ KHന്റെ വില കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്യാസിന് ലിക്വിഡിൽ ഡിസോൾവ് ആവാനുള്ള അയാളുടെ താല്പര്യം എന്ത് ചെയ്യും? കുറയും. KHന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഡിസോൾവ് ആവും. ഓക്കെ, ഇത്രയുമാണ് ആ ഭാഗത്തുനിന്ന് വരുന്നത്. ഇനി എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക? ഒന്നാമത്തെ ഒരു അപ്ലിക്കേഷൻ ആണ് നമ്മൾ സോലുബിലിറ്റി, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂൾ ഡ്രിങ്ക്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിലുള്ള സോലുബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ബോട്ടില് നമ്മൾ ഹൈ പ്രഷറിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? സീൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ. 2ാമത്തെ അപ്ലിക്കേഷൻ എന്താ? ബെൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒഴിവാക്കണം. അതെന്താ കണ്ടീഷൻ? അതായത് നമ്മൾ താഴേക്ക് പോകുമ്പോൾ, കടലിനടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. പ്രഷർ കൂടുന്ന സമയത്ത് എന്തുണ്ടായിരിക്കുക?
നമ്മുടെ ചുറ്റുപാടുമുള്ള ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ, വെള്ളത്തിലുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും അത് പെട്ടെന്ന് അലിഞ്ഞു ചേരുകയും ചെയ്യും നമ്മുടെ ബ്ലഡില്. പക്ഷെ പെട്ടെന്ന് ഈ ഡീപ് സീ ഡൈവേഴ്സിനെ പോലുള്ളവര് തിരിച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ആ ഓക്സിജൻ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ ശ്രമിക്കുകയും ആ പറയുന്ന ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ തിരിച്ച് ഗ്യാഷ്യസ് ഫോർമേഷൻ ഫോം ചെയ്യും ബ്ലഡ് വെസൽസിന്റെ ഉള്ളില്. അങ്ങനെ വരുമ്പോ കുമിളകൾ ഫോം ചെയ്യും നമ്മുടെ ബ്ലഡിന്റെ ഉള്ളില്. ബ്ലഡിന്റെ പാസേജിന് എന്തുണ്ടായിരിക്കും? ബ്ലോക്ക് ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്ലഡിന് പോകാൻ പറ്റില്ല, പ്രഷർ, നമ്മുടെ ടിഷ്യൂസിന്റെ പ്രഷർ കൂടും, ബ്ലഡ് വെസൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരം എഫക്റ്റുകളെ നമ്മൾ പെയിൻഫുൾ ആയിട്ടുള്ള എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബെൻഡ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന പോലെ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ആളെയല്ല യൂസ് ചെയ്യുന്നത്, പകരം ഹീലിയം ആയിട്ടുള്ള, ഹീലിയം കണ്ടന്റും കൂടി ഉള്ള ലെസ് സൊല്യൂബിൾ ആയിട്ടുള്ള, ഈ പറയുന്ന നൈട്രജനേക്കാൾ ലെസ് സൊല്യൂബിൾ ആയിട്ടുള്ള ഹീലിയം കണ്ടന്റ് ഉള്ള ഡൈലൂട്ടഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്, എയർ ആണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡീപ് സീ ഡൈവേഴ്സ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ നമുക്ക് പറയാം എന്തായിരുന്നു? അനോക്സിയ എന്നുള്ള കണ്ടീഷൻ. അതൊരു അപ്ലിക്കേഷൻ അല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മളിപ്പോ ഒരു മലയുടെ മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ അവിടെ എന്ത് കുറവായിരിക്കും? പ്രഷർ കുറവായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ അലിയുന്നതിന്റെ അളവ് കുറയും. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന പൂർണ്ണമായി തല കറങ്ങുന്ന പോലത്തെ ഒരു കണ്ടീഷൻ നമുക്ക് തോന്നും, ബോധം കെട്ട് വീഴാം, അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ ഒരു മാഡ്നസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താം. ഇത്തരം കണ്ടീഷൻസിനെ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് അനോക്സിയ. അപ്പൊ അനോക്സിയ, സോഡ വാട്ടർ പ്രിപ്പറേഷൻ, ബെൻഡ് തുടങ്ങിയിട്ടുള്ളത് ഹെൻറീസ് ലോന്റെ എന്തായിട്ടാണ് നമ്മൾ പറയാ? അപ്ലിക്കേഷൻ ആയിട്ടാണ് പറയാ. ഇനിയാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. ഇവിടെയാണ് നിങ്ങൾ റൗൾട്ട്സ് ലോ പഠിച്ചിട്ടുള്ളത്. റൗൾട്ട്സ് ലോ പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ് പഠിക്കണം. ഒന്നാമത്തെ ടൈപ്പ് സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോർ വോളറ്റൈൽ സൊല്യൂഷൻ. അപ്പോ ബൈനറി സൊല്യൂഷൻ കണ്ടെയ്നിങ് ടു വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്സ് ഉള്ള സൊല്യൂഷൻ എടുക്കുകയാണ് എങ്കിൽ, ടു വോളറ്റൈൽ ലിക്വിഡ്സ് ഉണ്ട് എങ്കിൽ, ഇവിടെയും ലോ സെയിം തന്നെയാണ് പറയുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് അല്ലെങ്കിൽ ഒരു കോമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആരാണ്? അതിന്റെ മോൾ ഫ്രാക്ഷൻ. അതായത് പി എ എന്ന് പറയുന്ന ഗ്യാസിന്റെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കോമ്പോണന്റിന്റെ പ്രഷർ ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതിന്റെ മോൾ ഫ്രാക്ഷനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. പി ബി പ്രപ്പോർഷണൽ ടു ആരായിരിക്കും? കൈ ബി ആയിരിക്കും. അങ്ങനെയെങ്കിൽ പി എ ഇസ് ഈക്വൽ ടു ആരായിരിക്കും? P0 എ കൈ എ ആയിരിക്കും. പി ബി ഇസ് ഈക്വൽ ടു ആരായിരിക്കും? P0 ബി ഇൻറ്റു കൈ ബി ആയിരിക്കും. അപ്പോ അവിടുത്തെ KH മാറി, പകരം P0 ബിയുമായി. അപ്പൊ എന്താണ് P0 എ? ഇതിനെയാണ് നമ്മൾ പ്യുവർ ആയിട്ടുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. പ്യുവർ വേപ്പർ പ്രഷർ ആണ്. ഇവിടെ പി എ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മിക്സ് ചെയ്തതിന് ശേഷം, അതായത് രണ്ട് കോമ്പോണൻസ് തമ്മിൽ മിക്സ് ചെയ്തതിന് ശേഷമുള്ള എയുടെ പ്രഷറിനെ, വേപ്പർ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് പി എ. അതേസമയം ബിഫോർ മിക്സിങ്ങിന് മുമ്പുള്ള പ്യുവർ ആയിട്ടുള്ള വേപ്പർ പ്രഷറിനെയാണ് P0 കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ എയുടെ എന്ന് പറഞ്ഞ P0 എന്ന് പറഞ്ഞ പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് എ, പി ബി എന്ന് പറഞ്ഞ പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് ആരായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ടോട്ടൽ പ്രഷർ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി എ പ്ലസ് പി ബി ആയിരിക്കും. പി എ എന്ന് പറഞ്ഞാൽ P0 എ കൈ എ ആയിരിക്കും. പി ബി എന്ന് പറഞ്ഞാൽ P0 ബി കൈ ബി ആയിരിക്കും. നമുക്കപ്പോ ഇവിടെ കൈ എ കൈ ബി ടേംസ് വന്നു. അപ്പൊ ഈ കൈ എ എന്നുള്ളതിനെ നമുക്ക് കൈ എ എന്ന് തന്നെ എഴുതാം. കൈ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? P0 ബി ഇൻറ്റു 1 മൈനസ് കൈ എന്ന് എഴുതിക്കൂടെ? കാരണം രണ്ടെണ്ണം കൂടിയാലല്ലേ ടോട്ടൽ സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ ആവുക, 1 ആവുക. അപ്പോ കൈ ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് കൈ എന്ന് എഴുതാം. അപ്പൊ അതൊന്ന് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാ സ്പെൻഡ് ചെയ്യുക? ഈ പറയുന്ന P0 ബി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? P0 ബി കൈ എന്ന് വരും. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇയാളിൽ കോമൺ ആയിട്ട് ആരുണ്ട്? കൈ ഉണ്ട്. അപ്പൊ P0 ബി അവിടെ ഇരിക്കട്ടെ, പ്ലസ് കയ്യേനെ എടുത്തിട്ട് പുറത്തേക്ക് ഇടുക, ഇൻറ്റു P0 എ മൈനസ് P0 ബി ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് കണ്ടെയ്നിങ് ടു വോളറ്റൈൽ ലിക്വിഡ്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി രണ്ടാമതൊരു കണ്ടീഷൻ ഉണ്ട്. ആ രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് സൊല്യൂഷൻ കണ്ടെയ്നിങ്, ഇതും റൗൾട്ട്സ് ലോ തന്നെയാണ്, സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ഇത്തരം കണ്ടീഷൻസ് വന്നാൽ, നോൺ വോളറ്റൈൽ ആണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇവിടെ സൊല്യൂഷൻ അല്ല, സൊല്യൂട്ട്. നോൺ വോളട്ടൈൽ ആണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പി ബിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? സൊല്യൂഷന്റെ രണ്ടാമത്തെ ബി ആണ് ഇവിടുത്തെ സൊല്യൂട്ട് ആയിട്ട് എടുക്കുക. പി ബി എന്തായിരിക്കും? 0 ആയിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെയെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് എന്തിനു മാത്രം ഈക്വൽ ആയിരിക്കും? പി ഈക്വൽ ടു പി എക്ക് മാത്രം ആക്കും. അതായത് P0 കൈ എക്ക് മാത്രം ഈക്വൽ ആയിരിക്കും ഇവിടത്തെ ടോട്ടൽ പ്രഷർ എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ മക്കളെ? സർ ക്ലിയർ. ഇതൊന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പറയൂ. ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞാൽ പറയൂ കേട്ടോ. എല്ലാവരും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് ക്ലിയർ ചെയ്യണേ. ഇനിയാണ് നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വരുന്നത്. ഇപ്പോ നമ്മൾ ഫിസിക്സില് ഓംസ് ലോ വെച്ചിട്ട് കണ്ടക്ടേഴ്സിനെ തരംതിരിക്കുന്ന പോലെ റൗൾസ് ലോ വെച്ചും കൊണ്ട് നമുക്ക് എന്ത് തരംതിരിക്കാം? ഈ പറയുന്ന സൊല്യൂഷൻസിനെ തരംതിരിക്കാം അല്ലെ? എങ്ങനെയൊക്കെ തരംതിരിക്കുക? റൗൾസ് ലോനെ ഒബേ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സൊല്യൂഷൻസ് വിച്ച് ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ രണ്ട് ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട് നമുക്ക്. ഐഡിയൽ സൊല്യൂഷനും ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷനും ഉണ്ട്. ഒബേ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഒബേ ചെയ്യാത്തവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ എന്തൊക്കെയാണ് ഇനി ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു? ഒന്ന്, അപ്പോ ഇറ്റ് ഒബേസ് ആരാണ്? റൗൾസ് ലോ. പിന്നെന്താ? പി എ എന്ന് പറയുന്ന ആ പ്രഷർ P0 കൈ എക്ക് ഈക്വൽ ആയിരിക്കും അല്ലെ? ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്താ ഇതിന്റെ അർത്ഥം? ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡ്യൂറിംഗ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ. സിമിലർലി ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഓൾസോ 0 ഫോർ ദ സൊല്യൂഷൻ. ഇത് രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇതിന്റെ എക്സാമ്പിൾസ് നന്നായിട്ട് അറിഞ്ഞു വെക്കണം. സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നീറ്റുകാർക്ക്, അതേപോലെ തന്നെ കീമാർക്ക്. കഴിഞ്ഞ വട്ടം CUETക്കും ചോദിച്ചു. ബെൻസീൻ പ്ലസ് ടോളുവിൻ മിക്സ്ചർ ഈസ് ആൻ എക്സാമ്പിൾ. സിമിലർലി സൊല്യൂഷൻ ഓഫ് ഈഥൈൽ ബ്രോമൈഡ് ആൻഡ് ഈഥൈൽ അയഡൈഡ് ഈസ് ആൻ എക്സാമ്പിൾ. ഇത് രണ്ടും എന്താണ്? എക്സാമ്പിൾസ് ആണ്. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റും. എന്തായിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത? ഇറ്റ് ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ. പിന്നെന്താ? പി എ നോട്ട് ഈക്വൽ ടു P0 കൈ എ. ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്തായിരിക്കില്ല? നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ വി മിക്സിംഗ് എന്തായിരിക്കില്ല? നോട്ട് ഈക്വൽ ടു 0. അതായത് ഈ 0 ഈക്വൽ ആയിരിക്കില്ല. എക്സാമ്പിൾസ് ആയിട്ട് കുറെ ഉണ്ട്, നമുക്ക് ഒരുപാട് ആൾക്കാരെ പറയാം അല്ലെ? എത്തനോൾ അസറ്റോൺ, അതേപോലെ അസറ്റോൺ കാർബൺ ഡൈസൾഫൈഡ്, എത്തനോൾ വാട്ടർ, HCl വാട്ടർ, നൈട്രിക് ആസിഡ് വാട്ടർ, ക്ലോറോഫോം ഈതർ, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അത് ഞാൻ പറയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം. നോൺ ഐഡിയലിനെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പോസിറ്റീവ് ഡീവിയേഷനെയും നെഗറ്റീവ് ഡീവിയേഷനെയും ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾ മാത്രം ഒന്ന് എഴുതി വെച്ച ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? ബെൻസീൻ ടോളുവിൻ മിക്സ്ചർ, ഈഥൈൽ ബ്രോമൈഡ്, ഈഥൈൽ അയഡൈഡ് മിക്സ്ചർ. കഴിഞ്ഞാൽ പറയൂട്ടാ, മെസ്സേജ് ഇടും.
എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലിയർ ചെയ്യണേ. ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ് ആണുള്ളത്. പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ളവരുണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉള്ളവരുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് രണ്ടിലും ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ തന്നെയാണ്. ഇവിടെ പി എ പോസിറ്റീവ് അല്ല പറഞ്ഞേ, പി എ ഗ്രേറ്റർ ദാൻ ആരായിരിക്കും? P0A കൈ എ ആയിരിക്കും അല്ലെ. ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സിംഗ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പോരാതെ ഇവിടെ എ എ എന്ന് പറയുന്ന മോളിക്യൂൾസിന് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇന്ററാക്ഷൻസും എ ബിക്ക് ഇടയിലുള്ളതും ബി ബിക്ക് ഇടയിലുള്ളതും എന്തായിരിക്കും? സെയിം ആയിരിക്കില്ല. ഏതിനായിരിക്കും കൂടുതൽ? ഏതായിരിക്കും കൂടുതൽ? ഇവിടെ ആരായിരിക്കും കൂടുതൽ ഉണ്ടാവുക? എ എ ആണോ ബി ബി ആണോ എ ബി ആണോ കൂടുതൽ ഉണ്ടാവുക? ഇവിടെ എ എ ബി ബി എന്നുള്ളത് ആരേക്കാൾ കൂടുതലായിരിക്കും? എ ബിയേക്കാൾ കൂടുതൽ ആയിരിക്കും. എ ബിയുടെ വാല്യൂ ആണ് ലോ ആയിരിക്കുക. ഇത്തരം സൊല്യൂഷൻസിനെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാ. ആൻഡ് ദിസ് വിൽ ബി മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ് ആയിരിക്കും. മിനിമം BP അസിയോട്രോപ്പ് ആയിരിക്കും. എന്തായി അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു ലിക്വിഡ് മിക്സ്ചർ ആണോ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ കോമ്പോസിഷനിൽ ചേഞ്ച് ഇല്ലാത്തത്, അതായത് ഡിസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് കോമ്പോസിഷനിൽ ചേഞ്ച് ഇല്ലാതെ ഡിസ്റ്റിൽ ആയപ്പെടുന്ന മിക്സ്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിയോട്രോപ്സ്. അതിൽ തന്നെ മിനിമം കുറഞ്ഞ വാല്യൂവിൽ തന്നെ ഈ പറയുന്ന ബോയിലിംഗ് നടക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ്. അപ്പോ പോസിറ്റീവ് ഡീവിയേഷനിൽ പെട്ട ആൾക്കാരൊക്കെ എന്തായിരിക്കും? മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്സ് ആയിരിക്കും. എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എത്തനോള് ആൻഡ് അസറ്റോൺ ഇസ് ആൻ എക്സാമ്പിൾ. അസറ്റോണും അതുപോലെ തന്നെ കാർബൺ ഡൈസൾഫൈഡ്, അപ്പൊ എന്താ? CS2 അല്ലെ. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആരാ? എത്തനോള് ആൻഡ് വാട്ടർ ഈസ് എക്സാമ്പിൾ. ഇതുപോലെ നമുക്ക് പറയാവുന്ന അടുത്ത സൊല്യൂഷൻ ആണ് ഏത്? നോൺ ഐഡിയൽ. നെഗറ്റീവ് ഡീവിയേഷൻ നോൺ ഐഡിയൽ അല്ലേ. അവിടെ എന്തായിരിക്കും പ്രത്യേകത? PA ലെസ് ദാൻ ആരായിരിക്കും? P0A കൈ എ ആയിരിക്കും. ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സിംഗ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. എ ഇന്ററാക്ഷൻ BB ഇന്ററാക്ഷൻ എന്നുള്ളത് എന്തായിരിക്കും? ലെസ് ദാൻ AB ഇന്ററാക്ഷൻ ആയിരിക്കും. ഇവനായിരിക്കും ഹൈ എ. ഇനി ഇയാൾ എന്ത് ടൈപ്പ് അസിയോട്രോപ്പ് ആയിരിക്കും? മാക്സിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ് ആയിരിക്കും. പോരാതെ എന്താ പ്രത്യേകത? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരെ ഏതൊക്കെയാ? HCl ആൻഡ് വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ. അതേപോലെ ക്ലോറോഫോം ആൻഡ് ഈതർ ഈസ് എൻ എക്സാമ്പിൾ. ഫീനോളും അനിലിനും ഒരു എക്സാമ്പിൾ ആണ്. ഇന്റെ മിക്സ്ചർ എക്സാമ്പിൾ ആണ്. HNO3 ആൻഡ് വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ. അതുപോലെ ക്ലോറോഫോം ആൻഡ് നൈട്രിക് ആസിഡ് ഈസ് ആൻ എക്സാമ്പിൾ. ഇവരൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതേപോലെ ക്ലോറോഫോമും അസറ്റോണും ഈസ് ആൻ എക്സാമ്പിൾ. ഇത്രയും ആൾക്കാരാണ് എക്സാമ്പിൾസ് ആയിട്ട് നെഗറ്റീവ് ഡീവിയേഷനിൽ വരിക. ഇനി ഗ്രാഫ് കണ്ടാലും നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. എങ്ങനെയായിരിക്കും ഗ്രാഫ്? നമ്മൾ സാധാരണ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം ഇങ്ങനെ ഒരു ഉള്ളിലേക്കാണ് ഒരു റിങ് പോലെ വരച്ചിട്ടുള്ളത് എങ്കിൽ അത് നെഗറ്റീവ് ഡീവിയേഷനെയും, പുറത്തേക്ക് ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ അത് പോസിറ്റീവ് ഡീവിയേഷനെയും കാണിക്കുന്നു അല്ലെ. ഇത്രയുമാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. ഇനി നമുക്ക് വരാൻ പോകുന്ന ഭാഗം കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അത് അടുത്ത ക്ലാസ്സിലാണ് ഞാൻ എടുക്കുക. ഇനി സെക്കൻഡ് സെഷൻ അർജുൻ സാറാണ് കേട്ടോ എടുക്കുക. ഇതുവരെ എടുത്തേലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, ആ ചാറ്റിലൊന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്ത വല്ല ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവരും ഓക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ. എവിടെ സോന? സോനയുടെ മെസ്സേജ് വരുന്നില്ലല്ലോ. യാദവ്, സോനല് അവരൊക്കെ എവിടെ? ആ ഓക്കെ. അപ്പോ കഴിഞ്ഞവർക്ക് ലീവ് ചെയ്യാട്ടോ. അടുത്ത സെഷൻ നമുക്ക് ആരംഭിക്കുമ്പോ കേറുക. താങ്ക് യു സർ. താങ്ക് യു. വെൽക്കം.